Good afternoon, everyone. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഫോർത്ത് മോഡ്യൂളായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. ഫോർത്ത് മോഡ്യൂൾ എന്താ? ഡൈനാമിക്സ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ 3 മോഡ്യൂളിലും സ്റ്റാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അനാലിസിസ് ചെയ്തത്. സോ ഫോർത്ത് മോഡ്യൂളിൽ നിങ്ങൾക്ക് എന്താണ്? ഡൈനാമിക്കലി, ദാറ്റ് ഈസ് മൂവിങ് ആയിട്ടുള്ള ഒരു ബോഡിയിൽ ഉള്ള അനാലിസിസ്, മൂവിങ് ബോഡീസിൻ്റെ അനാലിസിസ് ആണ് ഡൈനാമിക്സിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡൈനാമിക്സ് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു എന്തൊക്കെയുണ്ട്. ഡൈനാമിക്സ് തന്നെ 2 രീതിയിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്, ദാറ്റ് ഈസ് കൈനമാറ്റിക്സും കൈനറ്റിക്സും. ഓക്കെ, സോ കൈനമാറ്റിക്സ് ആൻഡ് കൈനറ്റിക്സ്. സോ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഡൈനാമിക്സ് എന്ന് പറയുന്നത് മൂവിങ് ആയിട്ടുള്ള ബോഡീസിൻ്റെയാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. മൂവിങ് ബോഡീസിൻ്റെ അനാലിസിസ് ആണ് ഡൈനാമിക്സിനകത്ത് നമ്മൾ കംപ്ലീറ്റ് നോക്കുന്നത്. അപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് കൺസിഡർ ചെയ്യത്തില്ല. ദാറ്റ് ഈസ് ഇപ്പോൾ ഒരു കാറ് ഒരു ലൈനിൽ കൂടി ട്രാവൽ ചെയ്ത് പോവുകയാണ്, കാറ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സോ കാറിൽ എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ എത്ര കൊടുക്കുന്നു എന്നുള്ളത് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യത്തില്ല. ഓക്കെ, ആ കാറ് എത്ര വെലോസിറ്റിയിൽ, എത്ര ആക്സിലറേഷനിൽ, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു എന്നുള്ളതാണ് നമ്മൾ കാറിൻ്റെ കേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഈ വെഹിക്കിൾസിൻ്റെ മൂവ്മെൻറ്റും അതിൻ്റെ ഡിസ്റ്റൻസ് എത്ര ട്രാവൽ ചെയ്തു, അതിൻ്റെ ആക്സിലറേഷൻ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, അതിൻ്റെ വെലോസിറ്റി എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ത് കൈനമാറ്റിക്സിൽ വരുന്നത്. സോ ഇൻ കൈനമാറ്റിക്സ് വി ആർ നോട്ട് കൺസിഡറിങ് ദി ഫോഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യാതെയാണ് കൈനമാറ്റിക്സിൽ അനാലിസിസ് എല്ലാം ചെയ്യുന്നത്. ഓക്കെ, ദെൻ കൈനറ്റിക്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഫോഴ്സ് കൺസിഡർ ചെയ്യും. ഫോഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് കൈനറ്റിക്സിൽ നമ്മൾ അനാലിസിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൈനമാറ്റിക്സിൽ നമ്മൾ മെയിൻലി ഇക്വേഷൻസ് ഓഫ് മോഷൻ, ഈ 3 ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് വി ആർ ഡിറ്റർമിനിങ് ദി അൺനോൺ വാല്യൂസ്. സോ വെലോസിറ്റി, അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ, ടൈം, ഇങ്ങനെയുള്ള പാരാമീറ്റേഴ്സാണ് നിങ്ങൾക്ക് കൈനമാറ്റിക്സിൽ ഡിറ്റർമിൻ ചെയ്യാൻ ഉള്ളത്. ഓക്കെ, കൈനമാറ്റിക്സിൻ്റെ പ്രോബ്ലത്തിലുള്ളത്. അപ്പോൾ നമ്മളതിൻ്റെ പ്രോബ്ലംസ് 2-3 നോക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോബ്ലം, നെക്സ്റ്റ് വൺ. The motion of a particle along a straight line is defined as s is equal to 25t plus 5t square minus 2t cube, where s is in meters and t is in seconds. Then find velocity and acceleration at the start, the time the particle reaches maximum velocity and the maximum velocity of the particle. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു പോളിനോമിയൽ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. എസ് ഈസ് ഈക്വൽ ടു ഇക്വേഷൻ തന്നിട്ടുണ്ട്. എസ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ്. സോ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ ഇക്വേഷനകത്ത് നിന്ന് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, സോ ആ ഇക്വേഷനിൽ നിന്ന് വി നീഡ് ടു ഡിറ്റർമിൻ ഫസ്റ്റ് ഓഫ് ഓൾ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിലുള്ള അതിൻ്റെ വെലോസിറ്റിയും ആക്സിലറേഷനും ഡിറ്റർമിൻ ചെയ്യണം. അതുപോലെ തന്നെ മാക്സിമം വെലോസിറ്റി, എത്ര ടൈം കൊണ്ട് ആ പാർട്ടിക്കിൾ മാക്സിമം വെലോസിറ്റി റീച്ച് ചെയ്യുമെന്ന് ഡിറ്റർമിൻ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം മാക്സിമം വെലോസിറ്റി എത്രയാണെന്നും ഡിറ്റർമിൻ ചെയ്യണം. ഓക്കെ, സോ ഹിയർ it is given as s is equal to 25t plus 5t square minus 2t cube. നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇതിൻ്റെ ഡെഫിനിഷൻസിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു വെലോസിറ്റിയും ആക്സിലറേഷനും ഡിസ്പ്ലേസ്മെൻറ്റും ഒക്കെ എന്താണെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ദാറ്റ് ഈസ് ds/dt ആണ് എന്ത്? Displacement, rate of change of displacement with respect to time is velocity. And what is mean by acceleration? Acceleration is rate of change of velocity with respect to time is acceleration. So ഇപ്പോൾ നമുക്ക് വെലോസിറ്റി ഇതിൻ്റെ ഇക്വേഷൻ അറിയാം, ds/dt എന്ന് പറയുന്നത് വെലോസിറ്റിക്ക് ഈക്വൽ ആണ്. അതുപോലെ ആക്സിലറേഷൻ ഈസ് dv/dt, ദാറ്റ് ഈസ് d/dt ഓഫ് v എന്ന് വെച്ചാൽ എന്താണ്? v നമുക്കറിയാം ds/dt. സോ ഇതെങ്ങനെ വരും? d²s/dt² എന്ന് വരും. സോ നമുക്ക് വെലോസിറ്റിക്കും ആക്സിലറേഷനും ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റിൽ നമുക്ക് ഇക്വേഷൻ എന്താണെന്ന് അറിയാം. കാരണം വെലോസിറ്റി ഈസ് എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആൻഡ് ആക്സിലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്? എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, എസിൻ്റെ ഇക്വേഷന് തന്നിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ
എന്ത് കിട്ടും? വെലോസിറ്റി കിട്ടും. ഈ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്നും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആക്സിലറേഷൻ്റെ ഇക്വേഷൻ കിട്ടും. സോ ഈസിയാണ് ഈ ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഹിയർ എസ് ഈസ് ഈക്വൽ ടു എത്രയാണ് ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ വി ഈസ് ഡി എസ് ബൈ ഡി ടി. സോ ഇതിനെ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. 25t ഡിഫറൻഷ്യൽ 25 ആണ്. 5t² ഡിഫറൻഷ്യൽ എന്താ? 5 ഇൻറ്റു t² ഈസ് 2 times t. ഓക്കെ. ആൻഡ് 2t³ ഡിഫറൻഷ്യൽ എന്താ? 2 ഇൻറ്റു 3t² ആണ്. 3t² ആണ് എന്ത്? t³ ഡിഫറൻഷ്യൽ. സോ അപ്പോൾ നമുക്ക് വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ കിട്ടി, അതുപോലെ ആക്സിലറേഷനും ഒരു ഇക്വേഷൻ കിട്ടി. ഈ വെലോസിറ്റിയുടെ ഇക്വേഷനും ഒന്നും കൂടി എന്ത് ചെയ്താൽ മതി? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ. അപ്പോൾ നമുക്കിപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കയ്യിലുണ്ട്, വെലോസിറ്റിയുടെ ഇക്വേഷൻ ഉണ്ട്, ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. സോ വാട്ട് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ? ഫസ്റ്റ് വി നീഡ് ടു ഡിറ്റർമിൻ ദ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെലോസിറ്റിയുടെയും ആക്സിലറേഷനും എത്രയാണെന്ന്. അപ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ടൈം എപ്പോഴും എന്തായിരിക്കും? ടൈം 0 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. പിന്നെ ടൈം കൂടുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് മീൻസ് അറ്റ് സ്റ്റാർട്ട് മീൻസ് t ഈസ് ഈക്വൽ ടു 0. സോ നമുക്ക് വെലോസിറ്റിയുടെ ഇക്വേഷനിലും ആക്സിലറേഷൻ്റെ ഇക്വേഷനിലും ടിയുടെ വാല്യൂ എന്ത് കൊടുക്കണം? 0 കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് സ്റ്റാർട്ട്. ഓക്കെ. നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് മാക്സിമം വെലോസിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. എത്ര ടൈമിനുള്ളിൽ മാക്സിമം വെലോസിറ്റി റീച്ച് ചെയ്യും? ഓക്കെ. അപ്പോൾ മാക്സിമം വെലോസിറ്റി എത്തുന്നത് dv/dt 0 ആകുമ്പോഴാണ് എന്ത്? മാക്സിമം വെലോസിറ്റി. അപ്പോൾ നമുക്ക് dv/dt ഇക്വേഷൻ അറിയാം. ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എത്രയാ? 10 - 12t. അപ്പോൾ ആക്സിലറേഷൻ 0 ആകുമ്പോഴാണ് മാക്സിമം എന്തെത്തുന്നത്? വെലോസിറ്റി എത്തുന്നത്. സോ അതിനകത്തുനിന്ന് എന്ത് കിട്ടും? ടിയുടെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് മാക്സിമം വെലോസിറ്റി എത്ര ടൈമിലാണ് ഫോം ചെയ്യുന്നതെന്ന് നമുക്ക് കിട്ടും. t ഈസ് ഈക്വൽ ടു 0.83 സെക്കൻഡിൽ എന്താകും? മാക്സിമം വെലോസിറ്റി വരും. ദെൻ ആ മാക്സിമം വെലോസിറ്റിയുടെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടിക്ക് എന്താണ്? 0.83 സെക്കൻഡിലാണ് മാക്സിമം വെലോസിറ്റി ആവുന്നത്. സോ t 0.83 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം വെലോസിറ്റി എത്രയാണ് എന്നുള്ള വാല്യൂവും കിട്ടും, വി മാക്സും കിട്ടും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എസിൻ്റെ വാല്യൂ ഒരു പോളിനോമിയൽ ഇക്വേഷൻ തന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റും ആക്സിലറേഷനും ഇൻ ടേംസ് ഓഫ് എന്താണ്? വെലോസിറ്റിയും ആക്സിലറേഷനും ഇൻ ടേംസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്കറിയാം. കാരണം വെലോസിറ്റി ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. അതുപോലെ തന്നെ ആക്സിലറേഷൻ ഈസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ്. ആ റിലേഷൻ വെച്ചിട്ട് വി ക്യാൻ ഈസിലി ഡിറ്റർമിൻ ദി അൺനോൺ വാല്യൂസ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെയിം തന്നെയാണ്, അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ? ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എ പാർട്ടിക്കിൾ ഈസ് ഗിവൺ ബൈ എസ് ഈസ് ഈക്വൽ ടു t³ minus 3t² plus 2t plus 5 and find the time at which the acceleration is 0 and time at which velocity is 2 meter per second. So ആക്സിലറേഷൻ 0 ആകുന്ന ടൈമും ഡിറ്റർമിൻ ചെയ്യണം, അതുപോലെ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോഴുള്ള ടൈമും ഡിറ്റർമിൻ ചെയ്യണം. സോ നമുക്ക് എന്താണ്? എസിൻ്റെ വാല്യൂ അറിയാം. എസിൻ്റെ ഇക്വേഷൻ നിന്ന് നമുക്ക് എന്ത് കിട്ടും? വി ക്യാൻ ഡിറൈവ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. ആൻഡ് വാട്ട് ഈസ് ദ ഫസ്റ്റ് കേസ്? അറ്റ് വിച്ച് ദ ടൈം അറ്റ് വിച്ച് ആക്സിലറേഷൻ 0. അപ്പോൾ എന്ത് ചെയ്യണം? ആക്സിലറേഷൻ്റെ ഇക്വേഷന് 0 കൊടുക്കുമ്പോൾ അതിനകത്ത് എന്ത് കിട്ടും? ടൈം കിട്ടും. ടൈം 1 സെക്കൻഡ് ആകുമ്പോഴാണ് എന്ത്? ആക്സിലറേഷൻ 0 ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടൈം അറ്റ് വിച്ച് വെലോസിറ്റി ഈസ് 2 മീറ്റർ പെർ സെക്കൻഡ്. വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോഴുള്ള ടൈം വേണം. വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാലോ. വെലോസിറ്റി ഈസ് 3t² - 6t + 2. ഇതിൽ വെലോസിറ്റി എത്രയാകുമ്പോഴാണ്? 2 മീറ്റർ പെർ സെക്കൻഡ് ആകുമ്പോൾ വാട്ട് ഈസ് ദ ടൈം? അതാണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്റ്റ് ആണ്, ഈസി ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പോയിന്റ് ഈസ് മൂവിങ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ വിത്ത് ആക്സിലറേഷൻ ഈസ് ഗിവൺ ബൈ a ഈസ് ഈക്വൽ ടു 15t - 20. It passes through a reference point at t is equal to 0 and another point 30 meters away after an interval of 5 seconds. Calculate the displacement, velocity and acceleration of the point after a further interval of 5 seconds. So, ഈ ക്വസ്റ്റ്യനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു പോയിന്റ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ
ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടി ഒരു പർട്ടിക്കുലർ ആക്സിലറേഷനിൽ എന്താണ് മൂവ് ചെയ്യുവാണ്. ആക്സിലറേഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 15t-20 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് പാസസ് ത്രൂ എ റെഫറൻസ് പോയിന്റ് അറ്റ് t is equal to 0. സോ ആ പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടിക്കിൾ t is equal to 0 ആകുന്ന ടൈമിൽ ഒരു റെഫറൻസ് പോയിന്റ് കൂടി പാസ് ചെയ്തു. അതാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്ന ഫസ്റ്റ് റെഫറൻസ് പോയിന്റ്. അവിടെ t is equal to 0 കൂടി പാസ് ചെയ്തു. എന്നിട്ട് എന്താണ് പറയുന്നത്? ആൻഡ് അനദർ പോയിന്റ് 30 മീറ്റർ എവേ ആഫ്റ്റർ ആൻ ഇൻ്റർവെൽ ഓഫ് 5 seconds. ഒരു 30 മീറ്റർ മാറി ഒരു പോയിന്റിലെത്തും. എത്ര ടൈം കഴിയുമ്പോൾ? 5 seconds കഴിയുമ്പോൾ എന്താണ്? ഒരു 30 മീറ്റർ എവേ ആയിട്ടുള്ള ഒരു പോയിന്റിൽ ആ പാർട്ടിക്കിൾ എത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ, ഈ 3 ടേംസും കാണണം, ഓഫ് ദ പോയിന്റ്, ആ പോയിന്റ് ആഫ്റ്റർ എ ഫർദർ ഇൻ്റർവെൽ ഓഫ് 5 seconds. സോ ഈ പോയിന്റിൽ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 30 മീറ്റർ ഡിസ്റ്റൻസ് മാറി എന്താണ്? ഈ പോയിന്റിലെത്തി. ഇനി നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്താണ്? അവിടെ നിന്നും ഒരു 5 സെക്കൻഡ് കഴിഞ്ഞ് ഏതോ ഒരു പോയിന്റിലെത്തി. ആ പോയിന്റിലുള്ള എന്തൊക്കെ ഡിറ്റർമിൻ ചെയ്യണം? ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ, ഈ 3 വാല്യൂസും ഡിറ്റർമിൻ ചെയ്യണം. ദാറ്റ് ഈസ് അവർ എയിം. സോ ഒരു പോയിന്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ആ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ ഈസ് ഗിവൺ ആസ് 15t-20 ആൻഡ് ഇനിഷ്യലി അറ്റ് t is equal to 0 പാർട്ടിക്കിൾ ഈസ് ഹിയർ. ഈ ഒരു പോയിന്റിലാണ് പാർട്ടിക്കിൾ. ആഫ്റ്റർ 5 seconds പാർട്ടിക്കിൾ എവിടെയായി വന്നു? ഈ ഒരു പോയിന്റിലെത്തി, അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 30 മീറ്റർ. ദെൻ യു നീഡ് ടു ഡിറ്റർമിൻ ദ വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദാറ്റ് പോയിന്റ് ആഫ്റ്റർ ഫർദർ ഇൻ്റർവെൽ ഓഫ് 5 seconds. ഈ പോയിന്റിൽ നിന്ന് ഒരു 5 seconds മാറിയിട്ട് ഉള്ള പോയിന്റ് ഇവിടെയാണ് ഇപ്പോൾ പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആക്സിലറേഷൻ ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ? സോ അപ്പോൾ ആ പാർട്ടിക്കിൾ ടോട്ടൽ എത്ര സെക്കൻഡാണ് മൂവ് ചെയ്തത്? ടോട്ടൽ 10 seconds ആ പാർട്ടിക്കിൾ മൂവ് ചെയ്തിട്ടുണ്ട്. 0യിൽ നിന്ന് ടോട്ടൽ 10 seconds മൂവ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 5 seconds + 5 seconds. ഓക്കെ, അപ്പോൾ 10 seconds മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ അറ്റ് t is equal to 10 seconds ആണ് വേണ്ടത്. ക്ലിയർ? അപ്പോൾ ഗിവൺ ഡേറ്റ, ആക്സിലറേഷൻ ഈസ് ഗിവൺ. To find displacement, velocity and acceleration at t is equal to 5 seconds plus 5 seconds. That is 10 seconds ആകുമ്പോൾ ആ പാർട്ടിക്കിൾ എത്ര വെലോസിറ്റിയിലും എത്ര ആക്സിലറേഷനും അതുപോലെ എത്ര ഡിസ്റ്റൻസും കവർ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ സൊല്യൂഷനിൽ നമുക്ക് ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷനാണ് തന്നിരിക്കുന്നത്. നമുക്ക് നേരത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിരുന്നു. ഡിസ്പ്ലേസ്മെൻറ്റിൽ നിന്ന് വെലോസിറ്റിയും ആക്സിലറേഷനും കാണാൻ നമുക്ക് എന്ത് ചെയ്യണം? ds/dtയും അതുപോലെ ആക്സിലറേഷൻ ഈസ് d²s/dt² ആയിരുന്നു. ബട്ട് ഇവിടെ നിങ്ങൾക്ക് ആക്സിലറേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെലോസിറ്റിയുടെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അറിയണമെങ്കിൽ ഇതിനെ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ a is equal to 15t-20. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു dv/dt എന്നറിയാം. അപ്പോൾ dv ഈസ് ഈക്വൽ ടു a ഇൻറ്റു dt. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ വാല്യൂ കിട്ടും, എത്രയാണ് ഇക്വേഷൻ എന്ന് കിട്ടും. അപ്പോൾ ആക്സിലറേഷനെ ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ്? 15t-20യുടെ ഇൻ്റഗ്രേഷൻ, ടിയുടെ ഇൻ്റഗ്രേഷൻ t²/2, 20യുടെ ഇൻ്റഗ്രേഷൻ 20 ഇൻറ്റു t പ്ലസ് എ കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷനാലിറ്റി. അപ്പോൾ ഇൻ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് C1 കൂടി വരും. ഓക്കെ, അപ്പോൾ v ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? ആക്സിലറേഷൻ ഒന്ന് വെലോസിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ ആക്സിലറേഷൻ്റെ ഇക്വേഷന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. സോ വെലോസിറ്റി ഈസ് ഇക്വേഷൻ ഈസ് 7.5t² - 20t പ്ലസ് C1 എന്ന് കിട്ടി. C1 ഈസ് കോൺസ്റ്റൻറ്റ് ഫോർ ഇൻ്റഗ്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് എന്താ വെലോസിറ്റി എന്ന് പറയുന്നത് ds/dt. അപ്പോൾ നമുക്ക് ഈ വെലോസിറ്റിയുടെ ഇക്വേഷന് ഒന്നും കൂടെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ നേരത്തെ 2 ക്വസ്റ്റ്യനിലും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷനാണ് തന്നിരുന്നത്. അതിനകത്തുനിന്ന് വെലോസിറ്റിയും ആക്സിലറേഷനും ഡിറ്റർമിൻ ചെയ്യാൻ എന്ത് ചെയ്തു? ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിപ്പോൾ ആക്സിലറേഷനാണ് തന്നിരിക്കുന്നത്. സോ അതിൽ നിന്ന് വെലോസിറ്റിയും അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷന് വേണ്ടി എന്ത് ചെയ്താൽ മതി?
ആക്സിലറേഷൻ്റെ ഇക്വേഷന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ള ബേസിക് കാര്യങ്ങളാണ്. അപ്പോൾ എസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 7.5 t³ മൈനസ് 20 t²/2 പ്ലസ് c1t പ്ലസ് രണ്ടാമത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ എന്താ? ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റൻറ്റ് c2. സോ ഇപ്പം നമുക്ക് വെലോസിറ്റിയുടെയും ആക്സിലറേഷൻ്റെയും ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ ഉണ്ട്. ഇതിനകത്ത് അൺനോൺ എന്ന് പറയുന്നത് C1 C2 ആണ്. സോ C1 C2 ഇനി ഡിറ്റർമിൻ ചെയ്യണം. ടു ഫൈൻഡ് ദ കോൺസ്റ്റൻറ്റ് C1 ആൻഡ് C2 നമ്മൾ കണ്ടീഷൻസ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇനിഷ്യലി അറ്റ് t ഈസ് ഈക്വൽ ടു 0 ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? 0 ആണ്. ഈ ഒരു ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. അറ്റ് t ഈസ് ഈക്വൽ ടു 0 ദർ ഈസ് നോ ഡിസ്പ്ലേസ്മെൻറ്റ്, സോ s ഈസ് ഈക്വൽ ടു 0. ദെൻ t ഈസ് ഈക്വൽ ടു 5 സെക്കൻഡ് വരുമ്പോൾ s ഈസ് ഈക്വൽ ടു എത്ര വരും? 30 വരും. ഓക്കെ, സോ ആ രണ്ട് കണ്ടീഷൻ എടുക്കുമ്പോൾ നമുക്ക് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ കിട്ടും. അറ്റ് t ഈസ് ഈക്വൽ ടു 0 s ഈസ് ഈക്വൽ ടു 0. ഫ്രം ദാറ്റ് വി ഗെറ്റ് C2 ഈസ് ഈക്വൽ ടു 0. Then at t is equal to 5 second, s is equal to എത്രയാണ്? 30. From that we get the value of C1 as minus 6.5. Okay, so ഇപ്പോൾ നമുക്ക് എന്താണ്? കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ കിട്ടി C1 C2. അപ്പോൾ നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഇപ്പോൾ അറിയാം, അതുപോലെ വെലോസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ അറിയാം. ഇനി എന്താ ഇക്വേഷനിൽ ടൈം 10 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി നമുക്ക് എന്ത് വാല്യൂസ് കിട്ടാൻ. സോ പുട്ട് t ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ്. ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങനെ കിട്ടും? ഈ ഇക്വേഷനിലോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ? ടിക്ക് 10 സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 1435 മീറ്റർ എന്ന് കിട്ടും. അതുപോലെ വെലോസിറ്റിയുടെ ഇക്വേഷനിൽ t ഈസ് ഈക്വൽ ടു 10 സെക്കൻഡ് കൊടുക്കുമ്പോൾ വെലോസിറ്റി കിട്ടും. അതുപോലെ ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ t ഈസ് ഈക്വൽ ടു 10 കൊടുക്കുമ്പോൾ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ശ്രദ്ധിച്ചോളുക. നിങ്ങൾക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് മീറ്ററിലായിരിക്കും. അതുപോലെ വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ്. അതുപോലെ ആക്സിലറേഷൻ എന്താണ്? ആക്സിലറേഷൻ ഈസ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇക്വേഷൻസ് പ്രോപ്പറായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എത്ര ടൈമിനുള്ളിൽ നിങ്ങൾക്ക് 10 എത്തുമ്പോൾ, ആ പോയിന്റ് 10 സെക്കൻഡിൽ എത്തുമ്പോൾ വാട്ട് ഈസ് ദ വെലോസിറ്റി, ആക്സിലറേഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ആക്സിലറേഷൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ വെലോസിറ്റി കാണാൻ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്നും കൂടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? യൂണിറ്റ് എഴുതാൻ മറക്കരുത്. യൂണിറ്റ് മാർക്കുള്ളതാണ്. യൂണിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ മാർക്ക് കുറയും. സോ പ്രോബ്ലം നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. ആകെ ഈ 3 ഇക്വേഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. എന്താണ്? ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ടുള്ള 3 ഇക്വേഷനും അതുപോലെ ഈ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ്റെ റിലേഷൻ ഇത് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണ് കൈനമാറ്റിക്സിൽ എപ്പോഴും ചോദിക്കുന്നത്. സോ ഇന്ന ഇക്വേഷൻ യൂസ് ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ എന്തൊക്കെയാണോ അൺനോൺസ്, എന്തൊക്കെയാണ് ഗിവൺ ഡേറ്റാസ്, അതൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത്രയുമാണ് കൈനമാറ്റിക്സിനകത്ത് വരുന്ന പ്രോബ്ലംസ്. ഇനി എക്സ്ട്രാ പ്രോബ്ലംസ്, ഇതേ ഫോർമാറ്റിലുള്ള എക്സ്ട്രാ പ്രോബ്ലംസ് ഉണ്ട്, അത് ഞാൻ ട്യൂട്ടോറിയലായിട്ട് തരാം. സോ കൈനമാറ്റിക്സിനകത്ത് ഇത്രയും പ്രോബ്ലംസ് ആണ്. ഇത്രയും ഫോർമാറ്റ് അല്ലെങ്കിൽ ഇത്രയും ടൈപ്പിലുള്ള പ്രോബ്ലംസ് ആണ് യൂഷ്വലി ചോദിക്കാറുള്ളത്. ഓക്കെ, താങ്ക് യു.